എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5-ലെ ആനുവൽ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 48 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 8. അത് അവർ തന്നിട്ടുണ്ട്. അതൊരു ക്ലൂ ആയിട്ട് തന്നെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 48 ഡിവൈഡഡ് ബൈ 12? 48 ഡിവൈഡഡ് ബൈ 12 നമുക്ക് കാണണം. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നും ആൻസർ അവർ തന്നിട്ടില്ല അല്ലെ. ആ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് സാറേ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കരുത്. ഇതിൽ ആൻസർ ഉണ്ട്, പക്ഷെ ഇതിൽ ആൻസർ ഇല്ല. കാണണം കേട്ടോ. അപ്പം തന്നെ ഇവിടെ 48 ഉണ്ട്, പക്ഷെ ഇവിടെയും 48 ഉണ്ടല്ലോ. ഇവിടെയും എന്തുണ്ട്? 48 ഉണ്ട്. ഇവിടെ 6 ആയിരുന്നു, അത് എന്തായി മാറി? 12 ആയി. അപ്പൊ എത്ര ടൈംസ് ചെയ്യുമ്പോഴാ 12 ആവാ? 6 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാ 12 ആവാ? 6 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 12. ശരിയല്ലേ? അപ്പൊ ആൻസറിലേക്ക് എത്താൻ ഒരു പണിയില്ല. ഇവിടെ നോക്കിയേക്കേ, ഇവിടെ ഞാൻ ആദ്യം എന്താ ചെയ്തേ? 48 ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്തത്. ആൻസർ 8 ആണ്. ഓക്കെ, 12 ആവണമെന്നുണ്ടെങ്കിൽ ഇനി എന്തും കൂടി ചെയ്യണമായിരുന്നു. 6 മാത്രം ചെയ്താൽ പോരാ, ഒരു 2 കൂടി ചെയ്യണം. അപ്പൊ ഈ ആൻസറിന്റെ കൂടെ ഒരു 2 കൂടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അവർ ആൻസർ ഈസ് 4. 8 ഡിവൈഡഡ് ബൈ 2 എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, 4 ആണെന്ന്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതാ എടുക്കണോ. ഇതുപോലെ ചെയ്ത് നോക്കിയേ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആൻസർ അറിയില്ല. അപ്പൊ ആൻസറിനെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കുകയേ വേണ്ട. ഇവിടെ ഡിവിഡൻറ്റും ഡിവൈസറും മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഡിവിഡൻറ്റിന് വലിയ പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും കാണുന്നില്ല. ഡിവൈസർ നോക്കുമ്പോൾ അത് 4 എന്തായിട്ട് മാറുന്നുണ്ട്? 20 ആവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? 4 ടൈംസ് 5. ശരിയല്ലേ? അപ്പൊ 4 ടൈംസ് 5 ചെയ്താൽ എന്ത് കിട്ടും? 20 കിട്ടും. അപ്പൊ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 80 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് എനിക്ക് 20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ 20 തമ്മിൽ ഒരു ബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പൊ 4 ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് അർത്ഥം. ഇനി എന്തുകൊണ്ട് ചെയ്താൽ മതി? ഒരു 5 കൂടി ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തിന്റെ കൂടെയാ? 80യുടെ കൂടെയാണോ? അല്ല, 80 ഓൾറെഡി 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 20 കിട്ടി. ഇനി ആ 20യുടെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? 5നെ ഡിവൈഡ് ചെയ്യേണ്ടത്. അവർ ആൻസർ ഈസ് 4. ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ? എന്ത് സിമ്പിൾ ആയിട്ടാ ചെയ്തേ? മൂവ് ടു ലാസ്റ്റ് ആണോ? ഒന്നുകൂടി നോക്കാം അല്ലെ, ലാസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കേ അറിയുള്ളൂ. എന്തായാലും ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി എടുക്കട്ടെ. 1ആവാം 2ആവാം നോക്കാം. അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്തേ? ഈ ക്വസ്റ്റ്യനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും ഡിവിഡൻറ്റിനും പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. ഡിവൈസർ ആണ് 3 എന്തായത്? 6 ആയത്. അപ്പൊ 3 ടൈംസ് എത്ര ചെയ്യുമ്പോഴാണ് 6 ആവുക? 3 ടൈംസ് 2 ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? 6 ആവുന്നേ. ഓൾറെഡി ഇവിടെ 600 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 200 കിട്ടിയത്. ഇനി ഈ 200ന്റെ കൂടെ 3 ചെയ്ത പോലെ, 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത പോലെ ഇനി എന്തും കൂടി ഡിവൈഡ് ചെയ്യാനുണ്ട്? 2 കൂടി ഡിവൈഡ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോ നേരിട്ട് 6 ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ 3 ചെയ്ത പോലെ 3 ചെയ്തു. ഇനി നമുക്ക് എന്തുകൂടി ചെയ്യാനുള്ളൂ? ഈ ആൻസറിന്റെ കൂടെ ഒരു 6 കൂടി ഡിവൈഡ് ചെയ്യാനുണ്ട്. 2 കൂടി ഡിവൈഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ 2 1 അല്ലേ. പിന്നെ 0 ആഡ് ചെയ്താൽ മതി. അവർ ആൻസർ ഈസ് 100. ഓക്കെ, ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയുന്ന കാര്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡിവിഷനൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചു. നമ്മൾ എവിടേക്ക് പോവാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ ചെയ്യാ? അവിടെ ഡിവൈഡ് ചെയ്തതിന് പകരം ഇവിടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 25 ഇൻറ്റു 4 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 100. വേറെ ക്ലൂകളൊന്നുമില്ല. അത് ഞാനത് എടുത്ത് എഴുതി. ഇനി എന്താ? 4 ഉണ്ട് ഇവിടെ അതെന്തായി? 12 ആയിട്ടുണ്ട്. അപ്പൊ 4 ഇൻറ്റു എന്ത് ചെയ്തിട്ടുണ്ടാവും? 4 ഇൻറ്റു എത്ര ചെയ്യുമ്പോ 12 വരിക? 4 ഇൻറ്റു 3 ചെയ്യുമ്പോ. ശരിയല്ലേ? അപ്പൊ 25 ഇൻറ്റു
12 എന്ന് പറയുമ്പോൾ 25 into 12 എന്ന് പറഞ്ഞാൽ എന്താ 4 into 3. ഓക്കെ, ശരി. അപ്പോൾ 25 into 4 എന്താണെന്ന് എനിക്ക് അറിയാം. 25 into 4 എന്താണ്? 100 ആണ്. ഇൻറ്റു എന്തുകൂടിയും ചെയ്യാനുണ്ട്? ഒരു 3 കൂടിയും ചെയ്യാനുണ്ടാവും. അവർ ആൻസർ ഈസ് 300. ഇത്രേ ഉള്ളൂ. ഓക്കെ ആയോ? സെറ്റ് ആണോ? 25 into 4 100 ആണ് തന്നിട്ടുണ്ട്. 4 12 ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയത്? ഒരു ഇൻറ്റു 3 ചെയ്തു. അപ്പൊ ഈ കിട്ടിയ ആൻസർ അല്ലേ 100ന്റെ കൂടെ ഒരു 3 ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടി? ആൻസർ കിട്ടുന്നു. നോക്കി നോക്കിയേ, കറക്റ്റ് തന്നെയാണോ എന്ന്. ഒരു ക്വസ്റ്റ്യനും കൂടി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റെപ്പുകൾ ആവശ്യമില്ലല്ലോ. ഇനി ആവശ്യമുണ്ടോ? അത് ഇല്ല. ഇവിടെ 8 ഉള്ളത് എന്തായി മാറി? 16 ആയി. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. 8 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 16 കിട്ടുക? 8 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 16 കിട്ടുക. അപ്പൊ ഈ ആൻസറിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ 1000 ഇൻറ്റു 2 ചെയ്യാം. 1000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2000. അവർ ആൻസർ ഈസ് 2000. കിട്ടിയോ? കിട്ടിക്കഴിഞ്ഞവരെ ഒരു ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. Move to next question. A cake is cut into 16 equal pieces. If 4 friends share 8 pieces, how many pieces does each friends get? It's very simple question. പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. വേഗം ചെയ്യേ. അപ്പോഴേക്കും ഞാനിവിടെ കേക്കൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ആദ്യം ഞാനൊരു കേക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ 4 ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിത് ഈ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കട്ട് ചെയ്യാണ്. ഓക്കെ, ഒന്നും കൂടിയും കട്ട് ചെയ്യാം. ഇനി വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം? കട്ട് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എത്ര പീസസ് ഉണ്ടാക്കി? 16 പീസസ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, എത്ര ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ? 4 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികമൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ 16 പീസസ് വെറുതെ കട്ട് ചെയ്തു. അവർക്ക് എത്ര പീസസേ ആവശ്യമുള്ളൂ? ഈ കട്ട് ചെയ്തതിൽ നിന്ന് കുറച്ച് പീസസേ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അവരധികം കഴിക്കൊന്നുമില്ലല്ലോ ഈ 16 പീസസും. അപ്പൊ അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. 8 പീസസ് മാത്രം ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിൽ നിന്ന് 8 പീസ് എടുക്കുകയാണ്. എന്നിട്ട് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും? ഡിവൈഡഡ് ബൈ 4. 8 പീസ് എടുത്തിട്ട് 4 പേർക്ക് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 8 ഡിവൈഡഡ് ബൈ 4. ശരിയല്ലേ? ആൻസർ എന്താ വരിക? 4 times 2 is 8. അപ്പൊ ആൻസർ ഈസ് 2. അപ്പൊ ഒരാൾക്ക് 2 വെച്ചിട്ടല്ലേ കിട്ടും. അതെ, സെറ്റ് ആയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. If you know that 35 into 4 is equal to 140. ഇതും നമുക്ക് ഡയറക്റ്റ് ചെയ്ത ആൻസറിക്ക് എത്താവുന്നതേ ഉള്ളൂ. ഒന്നും തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 35 into 4 140. 35 into 4 140 ആണ്. How can you find 35 into 40 quickly? വേഗം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 അല്ലെ എന്ത് ചേഞ്ച് ആണ് ഇവിടെ നടന്നത്? 35ന് പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നുമില്ല. ആരാണ് ചേഞ്ച് ചെയ്തത്? 440 ആവുകയാണ്. അപ്പൊ 440 ആവണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു എത്ര ചെയ്തിട്ടുണ്ടാവും? പറയൂ, ഇൻറ്റു 10 ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ആൻസറിന്റെ കൂടെ നമുക്ക് കിട്ടിയ 140യുടെ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? എന്ത് കാണാൻ വേണ്ടിയിട്ടാ? 35 into 40 കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 140 into 4 എങ്ങനെയാണ് 40 ആയത്? 4 into 10 ചെയ്തപ്പോ. ശരിയല്ലേ? അപ്പൊ 140 into എന്ത് ചെയ്യണം? 10 ചെയ്യണം. അവർ ആൻസർ ഈസ് 1400. ഒരു 0 ആഡ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. 140യുടെ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ആൻസർക്ക് ഇത്ര പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ? ഇല്ല. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും തന്നിട്ടുണ്ട്. ഇഫ് ഡിവൈഡിങ് 450 by 9. അപ്പൊ 450നെ 9 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എനിക്ക് 50 കിട്ടും.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 415നെ 90 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ, 90 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം. 90 ആണ് ഇവിടെ എന്തായത്, 9 ആണ് 90 ആയത്. അപ്പൊ 9 90 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, 9 × 10 ചെയ്തിട്ടുണ്ടാവും. എന്നല്ലേ നമുക്ക് 90 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 9 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ, ഏത് കിട്ടിയ ആൻസറിന്റെ കൂടെ, 50യുടെ കൂടെ, 50യുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസിങ് ആക്കണില്ല. 50നെ ഇനി എന്തുകൊണ്ട് ചെയ്താൽ മതി, 10 വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. ആൻസർ 5 അല്ലെ. 9 വെച്ചിട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുകൂടി ഈ കിട്ടിയ ആൻസറിനെ 10 വെച്ചിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഓക്കെ. Ninth question. A farmer has 240 seeds and plants them equally in 6 rows. 6 റോസിലായിട്ട്, റോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റോ ആൻഡ് കോളം, റോയിലായിട്ട് 240 സീഡ്സ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോണേ, നടാനായിട്ട് അല്ലെങ്കിൽ വിതയ്ക്കാനായിട്ട് പോണേ അല്ലെ. ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് റോ. അപ്പോൾ ഓരോ റോയിലും എത്ര സീഡ്സ് വെച്ചിട്ടായിരിക്കണം ഞാൻ നടേണ്ടി വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വിതയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ചെയ്യാ, എങ്ങനെ ചെയ്യാ, എത്ര റോസ് ഉള്ളത് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 6 അല്ലെ. അപ്പൊ ഓരോ റോയിലും കുറച്ച് സീഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ഇടുന്നുണ്ടാവും. അപ്പൊ അത് ഈച്ച് റോയിലും എത്ര വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് അറിയില്ല, സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം എന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടി വരും അല്ലെ. എത്രയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എത്ര ടോട്ടൽ എത്രയുണ്ട്, 240 അല്ലെ. അപ്പൊ 240 ഡിവൈഡഡ് ബൈ എത്ര വെച്ചിട്ട് ചെയ്യണം, 6 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 246. അപ്പോ നമുക്ക് ആൻസർക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുന്നില്ല, ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 60 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാലോചിക്കും ഞാൻ. 60 കിട്ടണമെങ്കിൽ 10 × 6 ചെയ്യണം അല്ലെ, ശരിയല്ലേ. അപ്പോ 120 കിട്ടണമെങ്കിൽ 20 × 6 ചെയ്യണം. 3 × 6 18 ആണ്. അപ്പൊ 30 × 6 എന്ന് പറയുമ്പോൾ 180 ആയിരിക്കും. 4 × 6 24 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 40. അപ്പൊ ആൻസർക്ക് എങ്ങനെ എത്തി, അപ്പൊ 10 × 6 ചെയ്താലൊന്നും നടക്കില്ല. അപ്പൊ 40 × 6 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 240. അപ്പൊ ആൻസർ എന്താ ആൻസർ വരിക, 40 ആണ് അല്ലെ. ഫസ്റ്റ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആൻസർക്ക് പോവാം. രണ്ടാമത്തെ ആൻസർക്ക് പോകണമെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ അറിയണം. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ശരിയല്ലേ. ഈച്ച് സീഡ് ഗ്രോസ് ഇൻ ടു 5 flowers. ഇവിടെ ഓരോ സീഡ്സും 240 സീഡ്സ് ഉണ്ടെങ്കിൽ ആ 240 സീഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, 5 ഫ്ലവർ വെച്ചിട്ട് 5 ഫ്ലവർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിരിയിക്കുന്നുണ്ടെങ്കിൽ എത്ര ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു ഫ്ലവർ അല്ല, 240 ഫ്ലവർ ഉണ്ട്. ഒരു ഫ്ലവർ ആണെങ്കിൽ 5, 2 ഫ്ലവർ ആണെങ്കിൽ 10, 2 × 5. അപ്പൊ 240 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 240 × 5 വരും, ശരിയല്ലേ. അപ്പോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നേ വേണം. മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യാ, നമ്മള് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ സ്പ്ലിറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 240നെ നമുക്ക് 200 + 14 എഴുതിക്കൂടെ, × 5. ഇനി 200 + 40 × 5 എഴുതിയ പോലെ ഇനി 200നെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 200 × 5 + 40നും ഇതേപോലെ എന്ത് ചെയ്യണം, 5 വെച്ചിട്ട് ചെയ്യാനുണ്ട്, ശരിയല്ലേ. ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 × 5 10 അല്ലേ. അപ്പൊ 1000. ഇവിടെ നമുക്ക് 1000 ആണ് കിട്ടുക. പ്ലസ് 4 × 5 20, ശരിയല്ലേ. 20 ഒരു 0 കൂടി ആഡ് ചെയ്യുക. അപ്പോ ആൻസർ കിട്ടുന്നത് എനിക്ക് 1200. ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം 240നെ സ്പ്ലിറ്റ് ചെയ്തു, 200 + 40 എന്നുള്ള രീതിയിൽ. ഇനി 200 + 40 × 5
ഉണ്ടല്ലോ. 240 into 5 എന്നല്ലേ. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 200 into 5 എന്ന് എഴുതാം, 40 into 5 എന്ന് എഴുതാം. 200 into 5 എന്താണെന്ന് അറിയാം, 1000 ആണ്. 40 into 5 200 ആണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ആഡ് ചെയ്താൽ ആൻസർ കിട്ടും 1200. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, അത്ര റിസ്ക് ഒന്നുമില്ല. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫിൽ ഇൻ ദി മിസ്സിംഗ് നമ്പർ. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 250. അപ്പൊ ഈ 25ന്റെ കൂടെ 25 എങ്ങനെയാ 250 ആയത്? ഇൻറ്റു എന്ത് ചെയ്തപ്പോഴാണ്? 10 ചെയ്തപ്പോഴാണ് അല്ലേ. 25 to 250 ആവണമെങ്കിൽ 25 into 10 ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 5. ഉറപ്പല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്നാ ചോദിച്ചേ. ഇവിടെ ഞാൻ ഇൻറ്റു 10 ചെയ്തപ്പോലെ, അപ്പൊ ആൻസറിലും എന്ത് ചെയ്യണം? ആൻസർ ഇവിടെ എന്താ? 5 അല്ലേ. ഈ 5ന്റെ കൂടി ഞാൻ 10 ചെയ്താൽ മതി. ആൻസർ 50. ആലോചിച്ച് നോക്കിയേ. 5 into 5 25, then add 0, 250. ശരിയല്ലേ? ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ ഒരു 0 ആഡ് ചെയ്തേ. അപ്പൊ എനിക്ക് ആൻസറിലും എന്ത് ചെയ്യണം? ഒരു 0 ആഡ് ചെയ്തു. ഇനി അടുത്തതിൽ ഞാൻ 2 0 ആഡ് ചെയ്യും. അപ്പൊ ആൻസറിൽ ഞാൻ എന്ത് ചെയ്യണം? 2 0 അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതൊരു പാറ്റേൺ ആയി. ഈ പാറ്റേൺ ഫിൽ ചെയ്യാനായിരിക്കും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി പാറ്റേൺ. കണ്ടോ, ഇതേപോലെ ആയിരിക്കും ഇതും ചോദിക്കാം. അല്ലെങ്കിൽ ഫിൽ ഇൻ ദി മിസ്സിംഗ് നമ്പേഴ്സ് ചോദിച്ചാലും കുഴപ്പമില്ല. ഇതൊരു പാറ്റേൺ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിൽ ഇൻ ദി അല്ലെങ്കിൽ ഫൈൻഡ് ദി പാറ്റേൺ. ഫൈൻഡ് ദി പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ 30 into 2. 30 into 2 എന്താണ്? 60 ആണ്. ഈ 2 4 ആയി, 8 ആയി, 16 ആയി എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അല്ലേ. അപ്പൊ 2 എങ്ങനെ 4 ആയത്? 2 എങ്ങനെയാ 4 ആയത്? 2 എങ്ങനെ 4 ആയത്? ഇൻറ്റു 2 ചെയ്തപ്പോ. അപ്പൊ ഈ ആൻസറിന്റെ കൂടി ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ ആൻസർ 120. ശരിയല്ലേ? അല്ലെങ്കിൽ ഇതിന്റെ ഡബിൾ എടുക്കാം. 60യുടെ ഡബിൾ 120 ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം. ഇനി 120. അപ്പൊ ഈ 120 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 120 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 4 8 ആയിട്ടുണ്ട്. അപ്പൊ 4 8 ആയി എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ 120യുടെ കൂടെ എന്ത് ചെയ്യണം? 2 ചെയ്യണം. അപ്പൊ 240. അപ്പോ ഡബിൾ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അടുത്ത ആൻസർ കിട്ടാൻ ഇതിന്റെ ഡബിൾ എടുത്താൽ മതി, 480. ശരിയല്ലേ? അപ്പൊ മൾട്ടിപ്പിൾ പോലും ചെയ്യേണ്ട ആവശ്യം വന്നില്ല, നേരെ തന്നെ ആൻസർക്ക് എത്തി. അപ്പോ 2 4 ആയി എന്ന് പറയുമ്പോൾ ഇരട്ടിക്കാണ്, ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. 4 8 ആവുമ്പോൾ ഡബിൾ ആവുക ചെയ്തേ. 8 16 ആയി എന്ന് പറയുമ്പോൾ അതും ഡബിൾ ആവുകയാണ്. അപ്പൊ ഈ ആൻസർ ഒക്കെ ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതിക്കുന്നത്. അപ്പൊ 60യുടെ ഡബിൾ 120, 120യുടെ ഡബിൾ 240, 240യുടെ ഡബിൾ 408. Find the number when divisor 6, quotient 14, remainder 5. ഇത് ഇത്തിരി ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഫോർമുലയ്ക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നമ്പർ അല്ലെങ്കിൽ ഡിവിഡൻറ്റ്, നമ്മൾ ഏതൊരു നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഡിവൈസർ കോഷ്യന്റ് റിമൈൻഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് ഏതാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ചെയ്താൽ മതി. നമ്മൾ അറിയുന്ന കേസാണ്. അപ്പൊ 14 into 6 പ്ലസ് 5. റിമൈൻഡർ എപ്പോഴും എവിടെ ചെയ്താ പ്ലസ് 5 എന്നുള്ള രീതി, അല്ലെങ്കിൽ റിമൈൻഡർ ഒന്ന് പ്ലസ് 5 റിമൈനിങ് ആയിട്ട് തന്നെ കാണിക്കും അല്ലെ. ബാലൻസ് എന്നുള്ള രീതിയിലാണ് റിമൈൻഡർ അല്ലെ. അപ്പൊ അത് പ്ലസ് 5 അവിടെ മാറ്റി വയ്ക്കുകയേ ചെയ്യുള്ളൂ. ഇനി ഇൻറ്റു ചെയ്യേണ്ടത് ആരൊക്കെയാണ്? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ എന്ന് പറയുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 10 into 6 ചെയ്യണം, പ്ലസ് 4 into 6 ചെയ്യണം. 10 into 6 60 ആണ്, അതുപോലെ 4 into 6 24 ആണ്. അപ്പോൾ ആൻസർ കിട്ടുക എന്താ വരിക? ആൻസർ എന്താണ് വരിക നോക്കിയേ. ആൻസർ എന്താ? വേഗം പറയൂ. 84 ആണ്. ഇൻഡു ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 84 ആണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി 84 തന്നെയല്ലേ എന്ന്. ഓക്കെ, പ്ലസ് 5. അപ്പൊ 89 ആണ് ആൻസർ കിട്ടുക. നിങ്ങൾക്ക് കിട്ടിയോ ആൻസർ? കമന്റ് ചെയ്യാം കേട്ടോ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shopkeeper packs 1275 apples
equally into 9 boxes. How many apples in each box? അപ്പോൾ ഒരു ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 1275 ആപ്പിൾസ് ഉണ്ട്. അത് 9 ബോക്സസിലായിട്ട് പാക്ക് ചെയ്യാനായിട്ട് അവൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവൾ തീരുമാനിച്ചു, അപ്പോൾ അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ തീരുമാനിച്ചു. അപ്പോൾ 9 ബോക്സസിൽ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് അല്ലെ? 9 ബോക്സസിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അത് എങ്ങനെ ആവണം? ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഡിവിഷൻ തന്നെയാണ് വേണ്ടത്. എത്രയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1200 അല്ലെ? 1275 1275 ഡിവൈഡഡ് ബൈ 9. ഇനിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് അറിയേണ്ടത്. അപ്പൊ 1 into 9 ചെയ്താൽ ഈ ആൻസർക്ക് എത്തുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ 10 into 9 ചെയ്താൽ 90 ആവുള്ളൂ. അപ്പോഴും ഈ ആൻസർക്ക് എത്തണില്ല, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന അടുത്ത നമ്പർ ഏതാ വരിക? ഒരു 0 ആഡ് ചെയ്തിട്ടല്ലേ പോണേ. അപ്പൊ 100 into ചെയ്താൽ ഓക്കെ ആവും. ആൻസർ ഒന്നും ആവില്ലെങ്കിലും അതിനടുത്തെങ്കിലും എത്തും. 100 into 9 എന്താ? 900 ആണ് അല്ലെ? ആൻസർക്ക് ഒന്നും എത്തില്ല, പക്ഷെ അതിനടുത്തുള്ള ഒരു ആൻസർക്ക് എത്തും. ശരി, ഇനി അടുത്ത ആൻസർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം, ശരിയല്ലേ? മൈനസ് ചെയ്യുക. 5 അങ്ങോട്ട് ഇറക്കിയിട്ടു, 7 ഇറക്കിയിട്ടു. 12 - 9 കൺസിഡർ ചെയ്താൽ മതി അല്ലെ? 12 - 9 എന്ന് പറയുമ്പോൾ 3. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നോക്കുമ്പോ 37.5 അല്ലെ? 375 ശരിയല്ലേ? അപ്പൊ 37 എന്ന് പറയുമ്പോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്ത് വരുന്ന നമ്പർ 9 into എന്ത് ചെയ്യുമ്പോഴാണ് കിട്ടുക എന്ന് നോക്കണം. 9 into 10 പറ്റില്ല. 100 into 9 എന്തായാലും ചെയ്യേണ്ട ആവശ്യമില്ല, അത് 900 ആണ്. അപ്പൊ അത് വേണ്ട. 10 into 9 ആണ് 90 എന്ന് പറഞ്ഞത് അല്ലെ? അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്യണം. എങ്ങനെ തന്നെ ആലോചിക്കാം, നമ്മൾ അടുത്ത നമ്പേഴ്സ് കിട്ടുന്ന രീതിയിൽ ആലോചിക്കാം. അപ്പൊ നോക്കുമ്പോൾ 1 into 9 9 അല്ലേ? ഓക്കെ, അപ്പൊ 10 into 9 90 ആണ്. 10 into ഇവിടെ എഴുതാം. 10 into 9 90 ആണ്. 20 into 9 എന്താ നോക്കി അല്ലെ? 100 എന്തായാലും വേണ്ടല്ലോ, വേണ്ട. അപ്പൊ അതിനടുത്തുള്ള 100നും താഴെ വരുന്ന നമ്പറാണ്. അപ്പൊ 20 into 9 എന്ന് പറയുമ്പോൾ എൻ്റെ 0 വരുന്നുണ്ട്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 18നും ഒരു 0 ആഡ് ചെയ്താൽ മതി. പിന്നെ 30 into 9 എന്ന് പറയുമ്പോൾ 270 270 വരും. ഇനി 40 into 9 എന്ന് പറയുമ്പോൾ നമുക്ക് 360 കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ 360 ആണ്. അത് ഇവിടേക്ക് എടുത്ത് എഴുതാം. ഇനി കിട്ടുന്ന വാല്യൂ വീണ്ടും മൈനസ് ചെയ്ത് എഴുതാം. 5 അപ്പൊ 5 പിന്നെ എന്താ വരുന്നേ? 1 15 വരിക അല്ലെ? ആൻസർ ഇതെങ്ങനെ കിട്ടിയത്? 40 ടൈംസ് ചെയ്യുമ്പോഴാണ്. ആ 40 ടൈംസ് എന്നുള്ളത് എടുത്ത് എഴുതാൻ മറക്കണ്ട. 40 ടൈംസ്. ഇനി 15 ആണ് നമുക്ക് വേണ്ടത്. 15 എപ്പോഴെങ്കിലും കിട്ടുമോ? 1 into 9 ചെയ്യുമ്പോൾ 9 അല്ലേ വരിക? അപ്പൊ 9 അങ്ങോട്ട് എഴുതിയാൽ മതി. 1 into 9 9 ആണ്. 1 times 9 9 ആണ്. അപ്പോ 2 times 9 ചെയ്യുമ്പോൾ 18 കിട്ടുക, 15 വരില്ല. അപ്പോൾ അതിന് അടുത്ത് 15 താഴെ വരുന്നല്ലേ ഇതുണ്ട്. അപ്പൊ 1 into 9 എഴുതുമ്പോൾ 9 കിട്ടുന്ന രീതിയിൽ എഴുതാം. ഇനി നമുക്ക് ആൻസർ എന്താ? 141 141 ആണ് ആൻസർ കിട്ടിയത്. ശരിയാണല്ലോ. ഇനി ഇതിന് റിമൈൻഡർ വരില്ലേ? റിമൈൻഡർ എന്താ? 6 അല്ലെ? മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, റിമൈൻഡർ കിട്ടും. അപ്പൊ ആൻസർ 6, റിമൈൻഡർ 6. ഓക്കെ, അപ്പൊ നമുക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓരോ ബോക്സിലും എത്ര വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. അതിന്റെ ആൻസർ ആണ് 141. 141. ഇനി റിമൈൻഡർ എത്ര വരും? 6 ആയിരുന്നല്ലോ കിട്ടിയത്. അപ്പൊ 6, റിമൈൻഡർ 6. Move to next question. A school collected 4,860 rupees for a trip. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ട്രിപ്പ് പോവാന്ന് അല്ലെ? ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. ഇഷ്ടമില്ലാത്തവര് ട്രിപ്പിന് പോകാൻ ഇഷ്ടമില്ല എന്നുള്ള ഒരു കമന്റ് ചെയ്യുക കേട്ടോ. എന്നാലും മെജോറിറ്റി ആളുകൾക്ക് ട്രിപ്പിന് പോകാൻ ഇഷ്ടമായിരിക്കും അല്ലെ?
അപ്പോൾ ഇങ്ങനെ സ്കൂൾ തീരുമാനിക്കുകയാണ് ട്രിപ്പിന് പോകണം എന്നുള്ളത്. അങ്ങനെ ട്രിപ്പിന് പോകാനായിട്ട് എമൗണ്ട് വേണം, എന്തായാലും റുപ്പീസ് വേണം, ചെലവുണ്ടാവും. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് 4860 റുപ്പീസ്. എമൗണ്ട് ഈസ് ടു ബി ഷെയർഡ് ഈക്വലി എമൗണ്ട്. അപ്പൊ എത്ര കുട്ടികളാണ് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്? 12 സ്റ്റുഡൻസ് മാത്രമേ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവരിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഓരോ കുട്ടികളും എത്ര രൂപ വെച്ചിട്ട് ഇടേണ്ടി വരും? അവിടെ നമ്മൾ ഡിവൈഡ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. ഓരോ 12 കുട്ടികളും എന്ത് ചെയ്യുന്നു? ഒരു എമൗണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ഞാൻ ചെയ്യേണ്ടി വരും? എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ. ശരിയല്ലേ? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ ഞാനും തീരുമാനിക്കുകയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യാം. ഏത് എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4860. എത്ര പേര് ഡിവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? 12 മെമ്പേഴ്സ് ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തിരി പണിയുണ്ടോ? ഇല്ല അല്ലെ. നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ആലോചിക്കേണ്ടത് 1 into 12. 1 into 12 ഒക്കെ ചെയ്തിട്ട് എപ്പോ വരാനാ? 1 into 12 അല്ലേ ആവുള്ളൂ. ഈ നമ്പറിന്റെ നമ്മുടെ 4860 അടുത്ത് പോലും ആവണില്ല. അപ്പൊ 12 പറ്റില്ല, 1 into പറ്റില്ല. 1 times ഒക്കെ ചെയ്തിട്ട് വരുമ്പോ കുറെ ടൈം എടുക്കും. ഇനി 10 times ചെയ്താലോ? 10 times ചെയ്യാൻ പറ്റുമോ? 10 times ചെയ്യുമ്പോൾ 120 അല്ലേ വരുള്ളൂ. അപ്പോഴും ഓക്കെ ആവണില്ല. 10 times 12 അത്ര പെട്ടെന്ന് ആൻസർക്ക് എത്താൻ പറ്റില്ലല്ലോ. 100 times 12 പറ്റൂലോ. 100 times 12 1200 ആണ് അല്ലെ. പിന്നെ അതിന് മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം 1000 times 12 എന്തായാലും 12,000 ഒക്കെ വരും. അത്രയൊന്നും ഇല്ല, അത്ര എമൗണ്ട് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇതാണ്. അപ്പൊ 1000 താഴെയും പോകണം. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ 100 തന്നെ എടുക്കണമെന്നില്ല, 200 എടുക്കാം. 200 പറ്റുമോ നോക്കുക ആദ്യം. അപ്പൊ 2 times 12 നോക്കിയാൽ മതി. 2 times 12 24 അല്ലേ ഉള്ളൂ. അപ്പൊ പറ്റില്ല. 300 പറ്റുമോ? 300 എന്ന് പറയുമ്പോൾ 3 times 12 പറ്റുമോ? 3 times 12 36 അല്ലേ ഉള്ളൂ. പറ്റില്ല. അപ്പൊ 4 times 12 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അതിനടുത്ത് വരുന്ന നമ്പറെങ്കിലും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 times 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 times 12 48 ആണ് അല്ലെ. അപ്പോൾ 400 times 12 എന്ന് പറയുമ്പോൾ 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ഇവിടെ 2 0 ഉണ്ട്. കിട്ടുന്ന ആൻസറിലും ആ 2 0 എൻഡിൽ കാണിച്ചു കൊടുത്താൽ മതി. ഡിവിസിബിൾ ബൈ 100 ആണല്ലോ. ആ രീതിയിൽ ആലോചിച്ചാലും മതി. ഇനി ആ കിട്ടിയ ആൻസർ ഇവിടെ എടുത്ത് എഴുതാം. എത്ര ടൈംസ് ചെയ്തപ്പോഴാ? 400 അല്ലെ. 400 ടൈംസ് ചെയ്തപ്പോഴാണ് ആൻസർ കിട്ടിയത് കേട്ടാ. ഇനി വീണ്ടും എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ കുറച്ച് ബാലൻസ് വരും. 60 വരുന്നുണ്ട്. ശരിയല്ലേ? 60 റിമൈനിങ് ആയിട്ട് വരുന്നുണ്ട്. റിമൈൻഡർ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 60 എപ്പോഴാണ് കിട്ടുക? 1 times 12 എന്തായാലും 60 അല്ല. 2 times 12 അല്ല. 3 times 12 36 ആണ്. 4 times 12 48 ആണ്. 5 times 12 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 60. അപ്പൊ നേരത്തെ എനിക്ക് 400 കിട്ടി, ഇപ്പൊ 5 കിട്ടി. അപ്പൊ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 405 കിട്ടും. 405. അപ്പൊ അവരുടെ ആൻസർ ഈസ് 405. ഓക്കെ. അപ്പൊ ഒരു കുട്ടി എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപ എടുക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ എത്രയാണ്? 405. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി ടോട്ടൽ എമൗണ്ട്. നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഇതല്ലേ. ഇത് 12ന്റെ ഡിവിസിബിൾ ആയിരുന്നു. യെസ്, ഡിവിസിബിൾ ആണ്. കാരണം ഇത് 4860 എന്ന് പറയുന്നത് ഈ ആൻസർ ആട്ടോ മൈൻഡിൽ വരുന്നേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പോണേ. കാര്യമാക്കരുതേ. അപ്പൊ 4860 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡിവിസിബിൾ ബൈ 12. കാരണം എന്താ? റിമൈൻഡർ. നമുക്ക് റിമൈൻഡർ എന്താ വന്നേ? റിമൈൻഡർ ഒന്നും വന്നിട്ടില്ല, 0 ആണ് അല്ലെ.
റിമൈൻഡർ ഈസ് 0. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റിയത്, ഇത് ഡിവിസിബിൾ ആണെന്ന്. ഓക്കെ, 48 into 23 using rectangle multiplication method. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്ററിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു സെക്ഷനെ വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പറയുന്നുണ്ട്. റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്, അത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, 48 into 23 ചെയ്യാം. അപ്പം ആദ്യം എന്ത് ചെയ്തു, 48നെ സ്പ്ലിറ്റ് ചെയ്തു. 48നെ എങ്ങനെ എഴുതാം, 40 + 8 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ 23നെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് റോ ആയിട്ടും ഒന്ന് കോളായിട്ട് എടുത്താൽ മതി. അപ്പോൾ എത്ര റോസ് ഉണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുക, 23 റോസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 23നെ നമുക്ക് 20 + 3 എന്നും, കോളം എന്ന് പറയുമ്പോൾ ഇതല്ലേ, കോളത്തിന് നമുക്ക് 40 + 8 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഓരോ ബോക്സിലും എടുത്ത് എഴുതാം. 40 ഇൻറ്റു ഇവിടെ 20 അല്ലേ എടുക്കണേ, ലെഫ്റ്റ് സൈഡിൽ 20 ചെയ്യുക, ആ ആൻസർ എടുത്ത് എഴുതാം. 4 into 2 8 അല്ല, 4 into 2 8. then add 2 0 and zeros. ഇനി അടുത്ത് ഇവിടെ നോക്കുമ്പോൾ 20 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ടോപ്പിൽ 8. അപ്പോൾ 20 into 8 ചെയ്യണമെന്ന് മനസ്സിലായി. ആൻസർ 160 ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മുടെ മാത്സിന്റെ മൊത്തം മാർക്ക് പോകും. ഇതൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. എല്ലാം എന്താണ്, ഒന്നൊന്നിനായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ എല്ലാം മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ശരി. അപ്പോൾ ആൻസർ ഇതാണ് കേട്ടോ, 160 കിട്ടും. ഇനി ഇവിടെ 3 ലെഫ്റ്റ് സൈഡിലുണ്ട്, പിന്നെ ഒരു 40 കാണാനുണ്ട്. അപ്പോൾ 3 into 40 എന്താ 120 അല്ലേ. 4 into 3 12, then add 0. then next one 8 ഉം 3 ഉം അല്ലേ. 8 into 3 24. ഓക്കെ, ഇനി ഈ കിട്ടിയ ആൻസർ 800ഉം 160ഉം 120ഉം 24 ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ആദ്യം എനിക്ക് കിട്ടിയത് 800 ആണ്, ശരിയല്ലേ. പിന്നെ എനിക്ക് കിട്ടിയത് എന്തായിരുന്നു, 800 കിട്ടിയിട്ടുണ്ടായിരുന്നു, 160 കിട്ടിയിട്ടില്ലേ, 160 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് 120 കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 24. ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ 1104 ആണ് എനിക്ക് കിട്ടിയത് ആൻസർ കേട്ടോ. ഇനി ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവറായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് പോവാം. ചെക്ക് വെദർ ദി പ്രോഡക്റ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. ഈ കിട്ടിയ ആൻസർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമാണ് കേട്ടോ. ഏത് കേസിൽ എന്താ, അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ടോ, എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ട്രിക്ക് ഉണ്ട്. ചില നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് പോലും നോക്കണ്ട, കാരണം എന്താ, അത് 4ന്റെ ടേബിളിൽ ഉണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ്, ചില ആൻസേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ചെക്ക് വെദർ ദി പ്രൊഡക്റ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഏതൊരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാം. അപ്പോൾ 1104ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ, 04 അല്ലെ. 04 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് അല്ലെ. അപ്പൊ 4 ഡിവിസിബിൾ ബൈ 4 ആണോ? ആണ്. 4 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആണോന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. പറ്റില്ലേ? പറ്റും. ആൻസർ 1 ആ വരിക. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഡിവിസിബിൾ ബൈ 4 ആണ്. ഏത് 4ഉം ഡിവിസിബിൾ ബൈ 4 ആണ്. 1104ഉം ഡിവിസിബിൾ ബൈ 4 ആണ്. റീസൺ എന്തായിരുന്നു? ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ. എഴുതണോ? ലാസ്റ്റ് 2 പഠിച്ചു വെക്കുക കേട്ടോ. ഡിജിറ്റ് numbers is divisible by 4. ഇതാണ് ഇതിന്റെ റീസൺ. റിമൈൻഡർ എന്ത് വരും? ദ റിമൈൻഡർ ഈസ് 0.
റിമൈൻഡർ എന്താവണം? 0. റിമൈൻഡർ 0 ആവും കൂടി ചെയ്താൽ ആൻസർ ആയി. ആൻസർ ആവുമെന്ന് മാത്രമല്ല ഡിവിസിബിൾ ബൈ 4 ആണ്. ആ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തോ നോക്കിയാൽ മതി. ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. റിമൈൻഡർ എഴുതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി അതല്ല ആൻസർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്താൽ നടക്കില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദ പ്രൊഡക്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ പ്രൊഡക്റ്റ് എത്രയാ? 1104 1104 ആണ്. അതിനെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ, അതിലും ഒരു ട്രിക്ക് ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് എന്തായാൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. എന്താണ് ലാസ്റ്റ് ഡിജിറ്റ്? യു ലുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതാണ് എന്ത്? റിമൈൻഡർ. അതാണ് എന്ത്? റിമൈൻഡർ കേട്ടോ. അതാണ് നമ്മുടെ റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? അതിലെ 4 ആണ്. 0 ആവുകയാണെങ്കിൽ അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ആലോചിച്ചേ 1 × 10 10 ആണ്. 2 × 10 20 ആണ്. അപ്പൊ അതിനൊക്കെ ഡിജിറ്റ് എന്തായിരിക്കുള്ളൂ? 0 വരുള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് 0. പക്ഷെ ഇവിടെ 4 ആവന്നേ. അപ്പൊ റിമൈൻഡർ സുഖമായിട്ട് 4 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ ആയേ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റായ മിസ്റ്റേക്ക് വന്നാൽ എല്ലാം മിസ്റ്റേക്ക് ആവും കേട്ടോ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാം. 1368 by 8 യൂസിങ് റെക്റ്റാങ്കിൾ മൾട്ടിപ്പിൾ അല്ല, റെക്റ്റാങ്കിൾ മെത്തേഡ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഡിവിഷൻ മെത്തേഡാണ്. മിസ്റ്റേക്ക് ഉണ്ട്. ഡിവിഷൻ ആണ് കേട്ടോ. ഡിവിഷൻ മെത്തേഡാണ്. ഓക്കെ. അപ്പൊ ഡിവിഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. 4th ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ മക്കളെ. 368 ഡിവൈഡഡ് ബൈ 8 ആണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആലോചിക്കണം ഏതൊക്കെ നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആൻസർക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ 1 × 8 പറ്റില്ല, 10 × 8 പോസിബിൾ അല്ല, 100 × 8 800. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യണേ? കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. 100 × 8 ചെയ്യാം. 100 × 8 800 ആണ്. അപ്പോൾ 100 നമ്മൾ എഴുതി. 800. അപ്പോൾ 800 നമുക്ക് ഈ ഒരു വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? 800 മൈനസ് ചെയ്ത് പോവും. അപ്പോൾ ആൻസർ വരിക 13 - 85 അല്ലേ? അപ്പോൾ 5. അപ്പോൾ ഇതുവരെ നമ്മൾ എത്തിയേ. ഇനി അപ്പോഴും വീണ്ടും നമുക്ക് ടാസ്ക് തന്നെയാണ്, വീണ്ടും ചെയ്യണം. അപ്പോൾ 8 വരുമ്പോൾ 1 × 8 എന്തായാലും പറ്റില്ല. 1 × 8 അല്ലല്ലോ, 10 × 8 പറ്റില്ലേ? 10 × 8 പറ്റില്ല. ഇല്ലല്ലോ. 10 × 8 അപ്പൊ അതും പോസിബിൾ അല്ല. അപ്പോൾ 100 × 8 800 ആവും. അപ്പൊ നമുക്ക് 100ന്റെ അടുത്തേക്കൊന്നും പോകേണ്ടതില്ല. എന്നാ 5 × 8 എന്താ? 5 × 8 40 അല്ലേ ആവുള്ളൂ. അപ്പോൾ 40 × 8 400 ആവുള്ളൂ. അപ്പോൾ അത് 40 പറ്റില്ല, 40 പോരാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നമ്പറേക്ക് പോകണം. അടുത്ത നമ്പർ നോക്കുമ്പോൾ അടുത്ത നമ്പർ 550 × 8 പറ്റുമോ? 50 × 8 പറ്റില്ല. 50 × 8 പോരാ. 7 × 8 എന്തായി? 56 വരും. അപ്പൊ പക്ഷെ നമുക്ക് വേണ്ടത് 560 അല്ലേ? അപ്പോൾ 0 ആഡ് ചെയ്താൽ മതി. അപ്പൊ രണ്ട് സൈഡിലും 0 ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? നമുക്ക് എന്താ ആഡ് ചെയ്ത് കൊടുത്തത്? നമുക്ക് എന്താ കിട്ടിയേ? ആദ്യം 100 ചെയ്തു, പിന്നെ നമുക്ക് 70 ചെയ്യണം. അപ്പോഴും ബാലൻസ് വരും കേട്ടോ.
ബാലൻസ് 8 വരും. അപ്പോൾ 8 വരുമ്പോൾ 1 ടൈംസ് 8 ചെയ്താൽ മതി. 1 ടൈംസ് 8 ചെയ്യുമ്പോൾ 8 അല്ലേ. നമ്മുടെ ആൻസർ 1 ടൈംസ് അല്ലേ, അപ്പോൾ 1 അല്ലേ വേണ്ടേ, 1 ടൈംസ് ആണ് വേണ്ടേ. അപ്പോൾ 171 ആണ് നമ്മുടെ എന്ത് ആൻസർ. കിട്ടുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഉണ്ട്. ഈ പറയുന്ന നമ്പർ നമുക്ക് ഈ കിട്ടിയ ഡിവൈഡ് ചെയ്ത നമ്പർ ഇല്ലേ, ഡിവിഡൻറ്റ് 8ന്റെ ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. 8ന്റെ ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ 4ന്റെ പറഞ്ഞു തോന്നുന്നു അല്ലേ, സോറി മൈ മിസ്റ്റേക്ക്, 4ന്റെ പറഞ്ഞ് 8ന്റെ ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അവിടെ 4ന്റെ ആവുമ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് അല്ലേ എടുക്കുക, 8ന്റെ ആവുമ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കണം. അപ്പോൾ ഇതിൽ 3 നമ്പേഴ്സ് ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കണേ. ഏതൊക്കെയാ? 3ഉം 6ഉം 8ഉം. എന്നിട്ട് അതിനെ 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനേ, അതുകൊണ്ടാണ് 1 ഇൻറ്റു 8 എന്നുള്ളത് പറയാൻ വന്നത്. 1 ഇൻറ്റു 8 8 അല്ലേ, പറ്റില്ല. 2 ഇൻറ്റു 8 16 ആണ്, പറ്റില്ല. 3 ഇൻറ്റു 8 24 ആണ്, പറ്റില്ല. 4 ഇൻറ്റു 8 32, അത് പോസിബിൾ ആണ്. പക്ഷെ വെറും 4 അല്ല, എന്ത് എഴുതേണ്ടി വരും? 40 വേണ്ടി വരും. ശരിയല്ലേ, 40 ആണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ 4 ഇൻറ്റു 8 36 അല്ലല്ലോ, 32 അല്ലേ, 32 ദെൻ ആഡ് 0. ഇനി നമുക്ക് മൈനസ് ചെയ്ത് എഴുതാം 48. 8ന്റെ ടേബിളിലുണ്ട് എപ്പോഴാ? 6 ടൈംസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആൻസർ വരിക 46 ആണ്. ഇതിൽ റിമൈൻഡർ വരുമെന്ന് മാത്രമല്ലേ നമുക്ക് നോക്കണ്ടു. റിമൈൻഡർ 0 ആവുകയാണെങ്കിൽ റിമൈൻഡർ എന്നില്ല, അതിന്റെ അർത്ഥം 0 ആണ് എന്നാണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ആള് ഡിവിസിബിൾ ആയിരിക്കില്ലേ, കാരണം റിമൈൻഡർ 0 വന്നുല്ലോ. അപ്പൊ ഈ പറഞ്ഞ ആൾ എന്താണ്? ഡിവിസിബിൾ ബൈ 8. അപ്പൊ ഡിവിസിബിൾ ബൈ 8 ആവണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് digits is divisible by എന്താവണം? 8 ആയിരിക്കണം. അതുപോലെ റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പറയാൻ കാരണം റിമൈൻഡർ എന്തായിരിക്കും? 0 ആണ് അല്ലേ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, റൈറ്റ് ദി റിമൈൻഡർ അപ്പൊ എന്തേ വരുന്നുള്ളൂ? 0 അല്ലെ. റിമൈൻഡർ 0 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിക്ക് പോവാം. എ ഫാക്ടറി മെയ്ഡ് 2475 biscuits. Pack them equally in 5 boxes. How many in each boxes? ഒരു ഫാക്ടറിയിലെ 2475 ബിസ്ക്കറ്റ്സ് മെയ്ഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫാക്ടറി മെയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ അത് മെയ്ഡ് ചെയ്യൽ മാത്രമല്ല, ഇത് ഒരു 5 ബോക്സസിലായിട്ട് പാക്ക് ചെയ്തിട്ടുമുണ്ട്. ഈ ബിസ്ക്കറ്റിനെ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ബോക്സിലും എത്ര വെച്ചിട്ടുണ്ടാവും? അതും ഡിവൈഡ് ചെയ്യാണ് അല്ലേ. ഡിവിഷനിനെയാണ് മെയിൻ ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ ഡിവിഷൻ മെത്തേഡാണ് ചെയ്യണേ, കാരണം അത് ചോദിക്കുന്നുണ്ട് എക്സാമിന്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. 2475 ഡിവൈഡഡ് ബൈ 5. നല്ല വൃത്തിയിൽ വരച്ചോളൂ. സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ഇവിടെ ഞാൻ റഫായിട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ 24. ആദ്യം ഞാൻ ഇതിൽ വലിയ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാനില്ല, ഞാൻ എൻഡിലെ നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യാനേ. അത് 5ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് 5ന്റെ ടേബിളിൽ ഉണ്ടോ? 24 ഉണ്ടോ? ഇല്ല അല്ലേ. 20 ഉണ്ട്. 20 എപ്പോഴാണ് കിട്ടുക? 4. 4 ടൈംസ് ചെയ്യുമ്പോഴാണ് 4 ടൈംസ് 5 ചെയ്യുമ്പോഴാണ് 20 കിട്ടും. ഇനി ഈ ലാസ്റ്റ് 2 നമ്പേഴ്സിനെ ഞാൻ ഒഴിവാക്കി. അപ്പൊ അത് 0 ഇട്ടാൽ മതി. ആ ഒഴിവാക്കിയ നമ്പേഴ്സ് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുക? 2 ആയിട്ട് ഇട്ട് 2 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി? 4 × 5 20. ദെൻ നമ്മൾ ആഡ് ചെയ്ത 2 0യും. അങ്ങനെ ചെയ്താലും ആൻസറിക്ക് എത്തും കേട്ടോ. ഇനി ഇത് മൈനസ് ചെയ്യുക. അപ്പൊ 5 7 4. അപ്പൊ ഞാൻ ഈ മെത്തേഡ് വീണ്ടും ഉപയോഗിക്കാം. 4 എന്തായാലും ടേബിളിൽ ഇല്ല. അപ്പൊ 47 അങ്ങനെ എടുക്കുക.
47 ഇല്ല, പക്ഷെ 45 ഉണ്ട്. എത്ര ചെയ്യുമ്പോഴാ? 9 ടൈംസ് ചെയ്യുമ്പോൾ 9 ടൈംസ് 5 ഈസ് 47. 47 അല്ല 45. ദെൻ 5 ഞാൻ ഒന്നും ചെയ്തിട്ടില്ല 5-നെ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഒരു 0 ഇട്ട് കൊടുത്താൽ 445 നല്ല വരിക 450 വരും അല്ലേ, 450 വരും. ഇനി അത് മൈനസ് ചെയ്തെടുക്കുക, അപ്പോൾ 25 ശരിയല്ലേ, 25 വരും. ഇനി നമുക്ക് 25 കിട്ടാൻ എളുപ്പമാണ്. 5 ടൈംസ് 5 ചെയ്താൽ മതി. 5 ടൈംസ് 5 25 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരുടെ ആൻസർ ഈസ് ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 495 കിട്ടും. അപ്പോൾ ഒരു ബോക്സിൽ 495 ഉണ്ടാവും. റിമൈൻഡർ എന്ത് വരും? 0. റിമൈൻഡർ ഉറപ്പായിട്ടും 0 ആണ് കിട്ടിയത്. ഇനി ഈ പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണ്. കാരണം എന്താ? റിമൈൻഡർ ഈസ് 0. റിമൈൻഡർ 0 ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഡിവിസിബിൾ ബൈ 5 ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യെസ് എന്ന് എഴുതാനായിട്ട് മറന്നു പോകരുത്. 2 മാർക്കാണ് കിട്ടുക. ഒന്ന് യെസ് എന്ന് എഴുതുക, അതുപോലെ റിമൈൻഡർ എന്താന്ന് പറയുക? 0 എന്ന് അങ്ങോട്ട് എഴുതുക. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ, അപ്പൊ ഒരു റീസൺ എഴുതുക, തന്നെ പറയുന്നത്. ഓക്കെ, യെസ് എന്ന് എഴുതുക, കാരണം അത് ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഈസിലി ഇങ്ങോട്ട് എടുത്തു മാറ്റുക. അപ്പൊ 2475 ഈസ് ഡിവിസിബിൾ ബൈ 5 ബിക്കോസ് റീസൺ എന്താണ്? റിമൈൻഡർ ഈസ് 0. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ആദ്യത്തേല് 3ഉം രണ്ടാമത്തേന് 2 ആണ് മാർക്ക്. ഇനി അടുത്തത് ഇഫ് ഡിവൈഡഡ് ബൈ 4 ആണ്. ഈ നമ്പർ ഇപ്പൊ ഈ പറഞ്ഞ 2475-നെ 4 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. 2475-നെ 4 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിലോ, അപ്പൊ അതിന്റെ റിമൈൻഡർ എന്താ വരിക? ഇഫ് ഡിവൈഡഡ് ബൈ 4 വാട്ട് വിൽ ബി ദി റിമൈൻഡർ എന്നല്ല ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. നമ്മൾ ഇതിന്റെ ക്ലൂ ഓൾറെഡി പഠിച്ചു. ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇതിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 75. 75-നെ 4 വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. 4 വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 40 വരെയാണ് നമുക്ക് കിട്ടുക ടേബിളിലുള്ളത്. അപ്പോൾ 10 ടൈംസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 40 കിട്ടിയത്. ദെൻ റിമൈൻഡർ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് 32 കിട്ടില്ലേ? 32 കിട്ടുമല്ലോ. 32 എപ്പോഴാണ് കിട്ടിയത്? 8 ടൈംസ് ചെയ്യുമ്പോൾ. അപ്പൊ ആൻസർ 18 വരിക. 32 കിട്ടും അല്ലെ. ഇനി മൈനസ് ചെയ്യുമ്പോൾ 3. നമുക്ക് റിമൈൻഡർ അല്ലേ വേണ്ടേ? റിമൈൻഡർ ഈസ് 3. അപ്പൊ ഡിവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ, സെറ്റാക്കിയേ പറ്റൂ. ഡിവൈഡ് ചെയ്യാനായിട്ട് പഠിച്ച. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലൈ 64 into 12 യൂസിങ് റെക്ടാങ്കിൾ മെത്തേഡ്. റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. റെഡിയാണ്, മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ 64-നെ ആദ്യം എന്ത് ചെയ്തു? 60 + 4 എന്ന് എഴുതി എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. 12-നെ 10-ഉം 12 10 എന്ത് ചെയ്യുക? 10 + 2 അല്ലെ, 12 ആയി. ഇത് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഈച്ച് ബോക്സസിലും ആൾക്കാർ വരും കേട്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതല്ലേ, ഇതില് ടോപ്പിൽ 60 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 10 ഉണ്ട്. അപ്പൊ 60 × 10 ചെയ്യണം. അപ്പൊ 600 വരും. ഓക്കെ ആണോ? അടുത്തത് ഇവിടെ ടോപ്പിൽ 4 ആണ്, ഇവിടെ 10 ഉണ്ട്. അപ്പൊ 10 × 4 ചെയ്യുമ്പോൾ 40 ആണ് എനിക്ക് കിട്ടിയത്. എല്ലാവരും അവരവരുടെ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്തത് 60 × 2 ചെയ്യുമ്പോൾ 120 ആണ് കിട്ടിയത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ആൻസർ 4 × 2 ആണ്. 4 × 2 8. ഓക്കെ, ഇനി പറയുന്ന എല്ലാ ആൻസറും കൂടിയിട്ട് എന്ത് ചെയ്യണം? ഇനി അടുത്തത് സം ചെയ്യണം. അപ്പൊ അങ്ങനെ സം ചെയ്ത് കിട്ടിയ ആൻസർ ഞാൻ എടുത്ത് എഴുതി തരാം. ആൻസർ എനിക്ക് കിട്ടിയത് 768 ആണ്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് കിട്ടിയത് ഇത് തന്നെയാണോ എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഡിവൈഡ് ദി പ്രൊഡക്റ്റ് ബൈ 8. ഈ പറയുന്ന നമ്പറിനെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തു വെക്കാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഡിവിഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 8ന്റെ ടേബിളിലുള്ളത് 8ന്റെ ടേബിളിൽ 76 ഉണ്ട് അല്ലേ. പക്ഷെ 76 ഉണ്ടോ? ഇല്ല.
നമുക്ക് 76 ആണ് ഇവിടെ തന്നിട്ടുള്ളത്, പക്ഷെ 72 ടേബിളുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ 72 ഉണ്ട് ടേബിളിൽ. 72 ഉണ്ട്, അതുവരെ മതി തൽക്കാലം. അപ്പം അതിൽ വയ്ക്കാം, അവിടെ നോക്കുക. 72 ഉണ്ട്. ഇനി എന്താ ചെയ്യുക? 72 എപ്പോഴാണ് കിട്ടിയത്? 8 times 9 ചെയ്തപ്പോൾ. ഇവിടെ പക്ഷെ ഒരു നമ്പർ കൂടി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? 0 കൊടുക്കും. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 48 കിട്ടും. 48 എന്ന് പറയുന്നത് 6ന്റെ ടേബിളിലല്ല, 8ന്റെ ടേബിളിലുണ്ട്. 6ന്റെ ടേബിളിലുണ്ട്. 6 times 8 ആണ് എന്ത്? 48 നമുക്കറിയാം. ഇനി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഇനി ആൻസർ എന്താ കിട്ടി? 96. അവർ ആൻസർ ഈസ് 96. ലാസ്റ്റ്, ദ റിസൾട്ട് ഈസ് ഡിവിസിബിൾ ബൈ 2 ആണോ? ഈ പറയുന്ന റിസൾട്ട് ഡിവിസിബിൾ ബൈ 2 ആണോ? പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും അതെന്താണ്? ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഇനി റിസൾട്ട് നോക്കുമ്പോൾ അതും തന്നെയാണ്, ഡിവിസിബിൾ ബൈ 2 തന്നെയാണ്. കാരണം എന്താ? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് even number, because last digit is even numbers. Even numbers ഏതൊക്കെയാണ്? 2, 4, 6, 8, 0. ഏതൊരു നമ്പറിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് 2, 4, 6, 8, 0 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ എന്താന്ന് പറയാം? 2 ആണ് പറയാം. അപ്പൊ ഇവിടെ ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. യെസ് എന്ന് എഴുതാം കേട്ടോ.